നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ അരുണിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് നിനക്കറിയാലോ. ആനന്ദ നിലയത്തെ ഇല്ലാതാക്കരുതെന്ന് നിന്നെ ഉപദേശിക്കണോന്ന്. ആ അവന് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നേ? ഞാൻ അരുണിനെ കാത്തിരിക്കുകയാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? അതൊന്നും ആരും പറയണ്ട. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഏതെങ്കിലും സ്ത്രീക്ക് മറക്കാൻ പറ്റുമോ? എന്തിലെങ്കിലും നീ ഒന്ന് ഉറച്ചു നിൽക്ക്. അരുണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ആ വഴിക്ക് മുന്നോട്ട് പോണം. അതും അല്ലെങ്കിൽ നിന്റെ ജീവിതം നോക്കണം. ശ്യാമയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ശ്യാമ വരട്ടെ. ശ്യാമ വന്നിട്ടൊരു തീരുമാനം എടുക്കാം. വാ എടാ, വാ ഏട്ടാ. ഇല്ലടാ, വാ ഏട്ടാ. നടക്ക് വാ. എടാ അഖി, ചെല്ല് ഏട്ടാ, ഒന്നുമില്ല. ചെല്ല്. ആ എടുത്തി വാ. അമ്മേ, മോളെ, അമ്മേ, ഞാനമ്മയെ വിഷമിപ്പിച്ചു അല്ലേ? സോറി അമ്മേ, ഏയ്, എന്താടാ ഇത്? സോറി അമ്മേ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. ആദ്യ അമൃതം കൊണ്ടേ തിരിച്ചു വരുള്ളൂ എന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല നീ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. അമ്മ, ഇത് എന്റെ വീടല്ലേ. സ്വന്തം വീട്ടില് എല്ലാരും കൂടി സന്തോഷത്തോടെ ഇരിക്കണം എന്നല്ലേ ആരായാലും ആഗ്രഹിക്കൂ. ആദ്യേട്ടനും അരുണേട്ടനും എനിക്കെന്റെ സ്വന്തം അരവിന്ദേട്ടനെ പോലെ തന്നെയാ. എന്റെ സ്വന്തം ഏട്ടന്മാര്. അവര് പിണങ്ങുന്നത് എനിക്ക് സഹിക്കില്ല. അമ്മയുടെ ഭാഗത്തു നിന്ന് അറിയാതെ ഒരു വീഴ്ച വന്ന ചാടിത്തുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അല്ലടാ. കൊടുക്കമ്മ ചികട തുറണം. ആ ഇവിടെ നമ്മുടെ മറ്റേ ചേട്ടച്ചാരെവിടെ? അരുൺ സാറേ, ഓയ് അരുൺ സാറേ. ശ്യാമി ആയതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മോളുടെ ജീവിതം തൊലച്ചവനാ അരുൺ. എന്നാലും എവിടെയോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്.
അതന്നത്തോടെ അന്ന് തീർന്നു കിട്ടി. അയ്യോ, അരുൺ അങ്കിളിനൊന്നും പറയല്ലേ. അങ്കിള് നല്ല ആളാ. എനിക്ക് വലിയ ഇഷ്ടാ അങ്കിളിനെ. പിന്നെന്താ അങ്കിള് വഴക്ക് പറഞ്ഞേ? ഒന്നുമില്ല, മോള് ചെന്ന് കളിച്ചേ. അമ്മ ചോദിച്ചതിന് ഉത്തരം പറ. മുതിർന്നവർ സംസാരിക്കുമ്പോ ഓരോന്ന് ചോദിച്ചിങ്ങോട്ട് വരണ്ട. ചേച്ചി മോളിങ് വന്നേ. വാ. മോളുടെ അമ്മ പാവമല്ലേ, മോളോട് വലിയ ഇഷ്ടമായി അമ്മയ്ക്ക്. പക്ഷെ അരുൺ അങ്കിളിനെ വഴക്ക് പറയണ്ട. ആന്റി പറ, അങ്കിള് നല്ല ആളല്ലേ? പറ ആന്റി. അതെ, അരുണെങ്കിൾ നല്ല ആളാ. ഇനി മോള് ചെന്ന് കളിച്ചോ. ചെല. കണ്ടില്ലേ, അറിഞ്ഞോ അറിയാതെയോ അച്ഛന്റെ ഒരു രൂപം മോളുടെ മനസ്സിൽ കടന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുതിരട്ടെ, അച്ഛനെ കുറിച്ച് അവൾ അന്വേഷിക്കും. എന്നിട്ട് അച്ഛനാണ് ശരിയെന്നും പറഞ്ഞ് ചിലപ്പോ അച്ഛന്റെ കൂടെ പോയെന്നും ഇരിക്കും. അതാ ഞാൻ പറയുന്നത്, ഒരു തുണ വേണോന്ന്. മോളെ, മോൾ ഇവളെ ഒന്ന് ഉപദേശിക്കാം. ആ ജയേഷിനെ വിവാഹം കഴിക്കാൻ. അയാളാ ശ്യാമേ ഏറ്റവും വലിയ ഭീഷണി. ആദ്യമായിട്ട് കണ്ടത് മുതല് എനിക്കയാളെ പേടിയാ, വെറുപ്പ. അയാള് അമ്മ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും അയാളെ കണ്ട് പേടിക്കുക. അമ്മേ, നമുക്കത് വേണ്ട. അയാളോട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട, അത് അപകടോ. ശ്യാമേ, ഞാൻ കാണണമെന്ന് പറഞ്ഞത് കാര്യങ്ങളെല്ലാം കൂടെ ആലോചിക്കുമ്പോ അമ്മേ. നീ എവിടെയാ ശ്യാമേ? ഞാൻ പുറത്താ. പുറത്തെവിടെയാന്നാ ചോദിച്ചേ? അത് ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിലമ്മേ. അതെ, ഏത് കൂട്ടുകാരുടെ വീട്ടിലാ? അമ്മയ്ക്കത് അറിയില്ലമ്മേ. ആന്റി, ആന്റി എന്റെ കൂടെ കളിക്കാൻ വാ. അതാരാ കുട്ടി? അത് അതാ ശ്രീകുട്ടിയുടെ ശബ്ദമല്ലേ? അശ്വതിയുടെ മകള്? അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി. എന്താ ശ്യാമേ, അമ്മ എന്താ പറഞ്ഞേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ വിളിക്കാം. അമ്മേ പോട്ടെ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.